വിശദമായി കടക്കുമ്പോൾ കുടുംബ തർക്കത്തിൽപ്പെട്ട് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ വീണ്ടും വിവാദത്തിൽപ്പെടുകയാണ്. മന്ത്രിക്കെതിരെ പരാതിയുമായി ഭാര്യ ബിന്ദു മേനോൻ രംഗത്തു വന്നു. കൊട്ടാരക്കര വാളകത്തെ വീട്ടിൽ ഗണേഷ് കുമാറിനെ വളരെ മോശം സാഹചര്യത്തിൽ കണ്ടെന്നാണ് പരാതി. അന്ന് ഫോട്ടോ എടുത്തിരുന്നു, അത് കയ്യിലുണ്ടെന്നും ബിന്ദു പറയുന്നു. ബന്ധുവും മുൻ DGPയും കൂടിയായ ആർ ശ്രീലേഖയുടെ നിർദ്ദേശപ്രകാരം പോലീസ് സഹായം തേടിയിരുന്നു. എന്നാൽ ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് പോലീസ് കൈയൊഴുകയാണ് ചെയ്തതെന്ന് ബിന്ദു മേനോൻ പറഞ്ഞു. പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ മന്ത്രിയുടെ സ്റ്റാഫ് തടഞ്ഞെന്നും ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചെന്നും ബിന്ദു ആരോപിച്ചു. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഗണേഷ് കുമാർ തനിക്കെതിരെ പറഞ്ഞതുകൊണ്ടാണ് എല്ലാം തുറന്നു പറഞ്ഞതെന്നും ബിന്ദു വിശദീകരിച്ചു. എന്നാൽ ആരോപണം ശരിയാണെങ്കിലും അല്ലെങ്കിലും അത് വ്യക്തിപരമായ കാര്യമെന്നായിരുന്നു മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ പ്രതികരണം. പ്രണയം ഒരു കുറ്റമല്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഇതൊക്കെ ഇലക്ഷൻ എടുക്കുമ്പോൾ വരുന്ന ഓരോ കാര്യങ്ങൾ. ഈ ഒരു മനുഷ്യൻ്റെ രാഷ്ട്രീയമാണ് നോക്കേണ്ടത്. ഇവിടെ രാഷ്ട്രീയമാണ്. ഗണേഷ് കുമാർ എന്ന ജനപ്രതിനിധി ജനങ്ങളോട് എങ്ങനെ, ജനങ്ങൾക്ക് എന്തെല്ലാം ഉപകാരം ചെയ്തു, നാടിനെന്ത്, കേരളം എന്ന സംസ്ഥാനത്തിന് എന്ത് ഗുണം ചെയ്തു. പിന്നെ ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെ. മനസ്സിലായോ? നിങ്ങളിൽ പ്രണയിക്കാത്തവരാരാണ്? ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്. അവന് തലയ്ക്ക് എന്തെങ്കിലും അസുഖം കാണും. പ്രണയം ഉണ്ടാവും. പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരായ ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. നമ്മൾ രാജീവ് ഗാന്ധി പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. വാജ്പേയിക്ക് ഉണ്ടായിരുന്നു. മാധവിക്കുട്ടി മരിക്കുന്നവരെയും ചൂടുള്ള പ്രണയമാണ് ആവശ്യമെന്ന് ഏറ്റവും മലയാളം ബഹുമാനിക്കുന്ന മാധവിക്കുട്ടി, ആ അമ്മ കമലാസുരയ്യ മരണം വരെയും പറയുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമാണ്. ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ സൈബർ ഇടങ്ങളിൽ മനസ്സിലാക്കൂ. ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയം. തെരഞ്ഞെടുപ്പ് എടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഒരാളെ തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ ഞാൻ അഴിമതിക്കാരനാണെന്ന് പറയാൻ പറ്റില്ല, ഇടുകാര്യസ്ഥയുള്ളവനാണെന്ന് പറയില്ല, ഞാൻ ജനങ്ങളെ ദ്രോഹിച്ചു. ഇവിടെ ഇപ്പം ഈ നിൽക്കുന്ന ജനങ്ങൾ മുഴുവൻ എന്നെ സ്നേഹിക്കുന്നവരാണ്, എന്നെ അവരുടെ സഹോദരങ്ങളായിട്ട് കാണുന്നവരാണ്. അവരെ നിങ്ങൾ ഇവിടെ കുറേ നേരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ. ഞാൻ അവർക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കൂടെ നിൽക്കുന്നവരാണ്. ഒരുത്തന് രാഷ്ട്രീയത്തിൽ പാവപ്പെട്ടവൻ എന്ത് ചെയ്യുന്നു, പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ നാടിന് എന്ത് ചെയ്യുന്നു എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി പത്തനാപുരത്തുകാർക്കുണ്ട്. ഇതിനേക്കാളും വലുത് കഴിഞ്ഞ മുമ്പത്തെ ഇലക്ഷനിലുണ്ടായിരുന്നു. 2013 ഞാൻ രാജിവെച്ചതിന് ശേഷം വന്ന ഇലക്ഷനിൽ എന്നെ ഭൂരിപക്ഷം കൂടി. എൻ്റെ മകൻ എന്നോട് ചോദിച്ചു, അച്ഛന് ഭൂരിപക്ഷം കൂടിയല്ലോ എന്ന് ചോദിച്ചു. ഇത്രയൊക്കെ ബഹളം ഉണ്ടായിട്ട് 2013 എന്നെ രാജിവെപ്പിച്ചു, കള്ളം പറഞ്ഞ് രാജിവെപ്പിച്ചു. വീട്ടിനകത്ത് നിന്ന് തന്നെ, എനിക്കെപ്പോഴും വീട്ടിനകത്ത് തന്നെയാണ് ശത്രുക്കൾ. വെളിയുന്നാരും വരാറില്ല. ബഹുമാന VS അച്യുതാനന്ദനെ എല്ലാവരുടെയും അഴിമതി കണ്ടെത്തുന്ന അദ്ദേഹം പോലും ഞാൻ അഴിമതിക്കാരനല്ല എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെപ്പറ്റി നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരാൾ അഴിമതിക്കാരനല്ല, രാഷ്ട്രീയത്തിലാണ്. ഞാൻ വർഗീയവാദിയല്ല, ഞാൻ അഴിമതിക്കാരനല്ല, ഞാൻ ജനങ്ങളെ ദ്രോഹിക്കുന്നവനല്ല, KSRTC ജീവനക്കാരെ ഞാൻ ദ്രോഹിച്ചിട്ടില്ല. അവരൊന്നടങ്കം എൻ്റെ കൂടെ നിൽക്കണം. ഒരാൾ ഏറ്റവും മിടുക്കനാണെന്ന് ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ്. അവർ പറയുന്നു ഗണേഷ് കുമാറാണ് ദി ബെസ്റ്റ് മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇന്നലെ പറഞ്ഞല്ലോ NSS എന്നെ പുറത്താക്കി എന്നല്ലായിരുന്നു വാർത്ത. എന്തായി? ഗണേഷിനെതിരായ ആരോപണം വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. മന്ത്രിക്കെതിരെ വലിയ നീക്കങ്ങൾക്കാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത്. മന്ത്രിക്കെതിരെ KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് യദുകൃഷ്ണൻ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. വിഷയം രാഷ്ട്രീയ ആയുധമാക്കാൻ പ്രതിപക്ഷത്തിന്റെ തുടർ നീക്കങ്ങളും വരുന്നുണ്ട്. പോലീസ് ബിന്ദുവിന് സഹായം നൽകണം. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നറിയാൻ കാത്തിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പക്ഷെ അവർ തന്നെ വന്ന് മാധ്യമങ്ങളോട് അവർക്കുണ്ടായ സംഭവങ്ങൾ വിവരിക്കുകയും അവിടെ പോലീസിന്റെ അനാസ്ഥയെ ചൂണ്ടിക്കാണിക്കുകയും, പോലീസ് അവരെ ഒരു സ്ത്രീയെ ഉപേക്ഷിച്ച് പോവാണ്. നിങ്ങളൊന്നത് ആലോചിച്ച് നോക്കിയേ. അവരുടെ പരാതിയുടെ പുറത്ത് വരുന്ന പോലീസ് അവരെ കാണാതെ അവരെ മുറിയിൽ അടച്ചു പൂട്ടിയിട്ട് അവരെ ബലപ്രയോഗം നടത്താണ്. ഈ പേഴ്സണൽ സ്റ്റാഫ് മന്ത്രിയുടെ എന്തൊരു പരിതാപകരമായ അവസ്ഥയാണ്. ഇത് എന്തൊരു മന്ത്രിസഭയാണ്. നാണമായിട്ട് വയ്യ നമുക്ക് നാണോ, ഇവർക്ക് നാണോ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് നാണമായിട്ട് വയ്യ ഇത് കണ്ടിട്ട്. അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുന്നുണ്ട്. അല്ലെന്ന് ഇതിപ്പോ ഞാൻ ചോദിച്ചത്, ഞങ്ങള് ഇത്തരം വിഷയങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം എടുത്തൊരു നിലപാടുണ്ട് ഉണ്ടല്ലോ, ആ നിലപാടുണ്ട്. ഞാൻ മുഖ്യമന്ത്രി എന്തു പറയുന്നു എന്നറിയാൻ കാത്തിരിക്കുകയാണ് ഈ വിഷയത്തിൽ. മുഖ്യമന്ത്രി എന്തു പറയുന്നു, എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നറിയാൻ കാത്തിരിക്കുകയാണ്. ഒന്ന് പറയട്ടെ. ഇപ്പൊ മനസ്സിലായല്ലോ കോൺഗ്രസ് ഇവരൊക്കെ തമ്മിലുള്ള വ്യത്യാസം.
ആർ കിരൺ ബാബു ചേരുന്നു. കിരൺ, തെരഞ്ഞെടുപ്പ് അതിൻ്റെ പടിവാതിക്കൽ നിൽക്കുമ്പോഴാണ് ഈ വിവാദം ഉയരുന്നത്. വി ഡി സതീശൻ പറയുന്നത് പോലെ അവർക്കിത് ഉയർത്തിക്കാട്ടാൻ കഴിയും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള വിവാദ വിഷയങ്ങളിൽ ആയുധമാക്കിയ ഇടതുപക്ഷത്തിന് നൽകുന്ന ഒരു മറുപടി കൂടിയായി ഇത് മാറുകയാണ്. എന്താണ് ഈ വിഷയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ? സർക്കാർ കേന്ദ്രങ്ങൾ ആരും ഇതുവരെ ഒന്നും മിണ്ടിക്കണ്ടില്ല. സജിത്ത, ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ട് തന്നെ ഈ വിഷയം സജീവമായി നിൽക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്കെതിരെ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ് പരസ്യമായി ഇത്തരം ആരോപണം ഉന്നയിക്കുന്നത്. അദ്ദേഹത്തെ സ്വന്തം വീട്ടിൽ വെച്ച് കാണാൻ എഴുതാത്ത രീതിയിൽ അദ്ദേഹത്തെ മറ്റു സ്ത്രീയുമായി കണ്ടു എന്നതടക്കമുള്ള വിഷയവും പോലീസ് അതിനേക്കാളും പ്രധാനമാണ്. തൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പോലീസിനെ വിളിച്ചു വരുത്തി. പക്ഷേ പോലീസ് അവിടെ എത്തിയെങ്കിലും തനിക്ക് സുരക്ഷ ഒരുക്കിയില്ല, പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചില്ല എന്ന് പറയുന്നു. ഇതിൽ സാങ്കേതിക വിഷയമുള്ളത് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ചാനലുകൾ പ്രതികരിക്കുമ്പോഴും തന്നെ രക്ഷപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിനെ വിളിക്കുമ്പോഴൊന്നും റിട്ടേണായി ഒരു പരാതി നൽകിയിട്ടില്ല എന്ന് മാത്രമാണ്. പക്ഷേ റിട്ടേണായി ഒരു പരാതി നൽകിയില്ല എന്നൊക്കെ പറയുമ്പോഴും ഈ പ്രശ്നത്തെ അങ്ങനെ ലഘൂകരിക്കാൻ കഴിയില്ല. അത് ഇതിൻ്റെ സാങ്കേതികത മാത്രമാണ്. പോലീസ് വിഷയം അറിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പോലീസ് ഈ സ്ഥലത്ത് എത്തി എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. സ്വാഭാവികമായും ഇത് UDF വലിയ ചർച്ചയാകുന്നു. അല്പം മുമ്പ് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം നമ്മൾ കേട്ടു. മുഖ്യമന്ത്രി ഇതിൽ എന്ത് പറയുന്നു എന്നതിനെ ഞാൻ കാത്തിരിക്കുകയാണെന്ന് പറയുന്നു. സ്വാഭാവികമായും അതുതന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. എങ്ങനെയാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് LDF ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്ന് പ്രധാനമാണ്. കാരണം കോൺഗ്രസിലെ ഒരു MLA-ക്കെതിരെ ഈ സമാനമായ രീതിയിലേക്ക് വലിയ മോശപ്പെട്ട ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ആ MLA കോൺഗ്രസിൽ നിന്ന് ഒഴിവാക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇപ്പോഴും MLA സ്ഥാനത്ത് തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ വിഷയം അതിശക്തമായി തന്നെ കോൺഗ്രസിൻ്റെ ആകെ മോറൽ സൈഡ് മോശമാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ മോറൽ സൈഡ് മോശമാണെന്ന തരത്തിൽ ഇടതുമുന്നണി അതിശക്തമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും അതെല്ലാം എല്ലായിടത്തും ഉപയോഗിക്കുമെന്നതിലും യാതൊരു സംശയമില്ല. അപ്പോഴാണ് ഒരു മന്ത്രിക്കെതിരെ സമാനമായ ആക്ഷേപം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് കെ.ബി. ഗണേഷ് കുമാറാണ്. കെ.ബി. ഗണേഷ് കുമാറിന് ഒരിക്കൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരം ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഭാര്യയുടെ പേരിലും സമാനമായ ഒരു പരാതി ഉണ്ടായിരിക്കുന്നു. അന്ന് കെ.ബി. ഗണേഷ് കുമാറിനെതിരെ പിന്നീട് UDF-ൽ നിന്ന് അദ്ദേഹം LDF-ലെത്തുകയും ഇതേ കെ.ബി. ഗണേഷ് കുമാർ തന്നെ CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാവായ VS അച്യുതാനന്ദനെ, കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും ആദരണീയനായ ഒരു നേതാവിനെ കാമഭ്രാന്തൻ എന്നൊക്കെ വിളിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനെതിരെ CPM കെ.ബി. ഗണേഷ് കുമാറിനെതിരെ കേസ് നൽകിയിരുന്നു. ഗണേഷ് കുമാർ ഇപ്പോൾ അവകാശപ്പെടുന്നത് പോലെ VS അച്യുതാനന്ദൻ കെ.ബി. ഗണേഷ് കുമാറിന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയതായിട്ടൊന്നുമില്ല. കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ നിലപാട് സ്വീകരിക്കുകയും അഴിമതി കെ.ബി. ഗണേഷ് കുമാറിനെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ R. ബാലകൃഷ്ണനുള്ള ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് സുപ്രീം കോടതിയിൽ വരെ പോയിട്ടും അഴിമതിക്കാരനാണെന്ന് അംഗീകരിച്ച് ജയിലിൽ കിടക്കേണ്ടി വന്നത് R. ബാലകൃഷ്ണപിള്ളയ്ക്കാണ്. ആ കാലത്തിലൊക്കെ ഈ R. ബാലകൃഷ്ണപിള്ള ജയിലിൽ കിടക്കേണ്ടി വരുന്ന അഴിമതി കേസിൽ അതിൻ്റെ വാദിയായി നിന്നത് VS അച്യുതാനന്ദനായിരുന്നു. ആ ഘട്ടമൊക്കെ കഴിഞ്ഞ ശേഷമാണ് കെ.ബി. ഗണേഷ് കുമാർ UDF വിട്ട് LDF-ലെത്തുന്നത്. അതിനുശേഷമാണ് CPM ആ കേസ് പിൻവലിക്കുന്നത്. പിന്നീട് അങ്ങനെ ഗണേഷ് കുമാർ കാര്യമായ രീതിയിൽ തർക്കങ്ങളൊന്നും ഉണ്ടാക്കാതെ പൊതുവേദിയിലൊക്കെ അടക്കം അദ്ദേഹം ക്ഷമ പറഞ്ഞിരുന്നു. VS-നെ പോലെ ഒരു നേതാവിനെ അന്നത്തെ വൈകാരിക അംശത്തിലാണ് തന്നെ വൈകാര്യമായ പ്രതികരണമായിരുന്നു. അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി, തൻ്റെ അച്ഛനേക്കാൾ പ്രായമുള്ള ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തെ അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ കാര്യമൊക്കെ പിന്നീട് അംഗീകരിക്കുകയും ചർച്ചയിൽ നിന്ന് പൊതുധാരയിൽ നിന്ന് ആ ചർച്ചകളൊക്കെ പിൻവാങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ സമയത്ത് ഇപ്പോൾ വീണ്ടും ഒരാളെ ഈ തരത്തിലൊക്കെ ആരോപണം ഉന്നയിക്കുന്നപ്പോൾ പ്രതിപക്ഷം പ്രധാനമായി ഉന്നയിക്കുന്നത് ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും ഈ സംസ്ഥാനത്ത് സുരക്ഷിതമായി കഴിയാനുള്ള സംവിധാനമില്ല, പോലീസ് സംവിധാനം പരാജയമാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ കെ.ബി. ഗണേഷ് കുമാറിൻ്റെ രാജി ഉണ്ടാകുമോ, അതോ മുഖ്യമന്ത്രിക്കോ ഇടതു നേതാക്കൾക്കോ കെ.ബി. ഗണേഷ് കുമാറിനെ സംരക്ഷിക്കേണ്ടി വരുമോ? CPM-നുള്ളിലും ഇടതുമുന്നണിക്കുള്ളിലുമൊക്കെ എത്രത്തോളം നേതാക്കൾ ഇക്കാര്യത്തിൽ പരസ്യമായി കെ.ബി. ഗണേഷ് കുമാറിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് വരുമോ, അതോ അല്ലെങ്കിൽ രണ്ടാമതൊരു വഴി എന്ന് പറയുന്നത് സാങ്കേതികതയാണ്. ഗണേഷ് കുമാറിനെതിരെ സാങ്കേതികമായി പരാതി വന്നിട്ടില്ല, അതുകൊണ്ട് ഈ സാങ്കേതികമായി പരാതി വന്നാൽ അപ്പോൾ പരിശോധിക്കാം എന്ന മട്ടിൽ വേണമെങ്കിൽ ഒഴിഞ്ഞു മാറാം. പക്ഷേ ഇങ്ങനെയൊക്കെ സാങ്കേതിക പറയുമ്പോഴും ഈ വിഷയം ചർച്ചയായി തന്നെ നിൽക്കും. പ്രത്യേകിച്ച് ഒരു മന്ത്രിക്കെതിരെയാണ്, അത് ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ് പരസ്യമായി ചാനലുകളിൽ വന്ന് അവർക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് മന്ത്രിയുടെ സ്റ്റാഫ് അടക്കം നിന്ന് അവരെ പിടിച്ചു തള്ളിയെന്നും അവരുടെ മൊബൈൽ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നു. അവരുടെ കയ്യിൽ ഇപ്പോഴും ആ ചിത്രങ്ങളൊക്കെ ഉണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അവരിപ്പോഴും പരാതി നൽകിയിട്ടില്ല. താനിങ്ങനെ തുറന്നു പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം തനിക്കെതിരെ മോശപ്പെട്ട രീതിയിലേക്ക് തനിക്ക് വട്ടാണ് എന്നുള്ള മട്ടിലൊക്കെ, അല്ലെങ്കിൽ തനിക്ക് ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ആളാണ് എന്ന മട്ടിൽ സംശയരോഗമാണെന്നുള്ള മട്ടിലൊക്കെ കെ.ബി. ഗണേഷ് കുമാർ പ്രതികരിച്ചതുകൊണ്ടുകൂടിയാണ് താൻ ഇങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ എങ്ങനെയാണ് ഇടതുമുന്നണി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്? കെ.ബി. ഗണേഷ് കുമാറിനെ സംരക്ഷിച്ച് നിർത്തുമോ, അതോ കെ.ബി. ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കുമോ, അതോ പരാതി വരട്ടെ എന്നുള്ള മട്ടിൽ പരാതി വരുന്നതുവരെ ഇക്കാര്യത്തിൽ നടപടിയില്ല എന്ന മട്ടിൽ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിക്കാതെ ഈ വിഷയത്തിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം പല ഓപ്ഷനുകൾ ഈ ഇടതുമുന്നണിക്ക് മുന്നിലുണ്ട്. അതിൽ ഏത് സ്വീകരിക്കുന്നു ഇടതുമുന്നണി? അതോടൊപ്പം തന്നെ ഇതിനെ എങ്ങനെയാണ് പ്രതിപക്ഷം ഉപയോഗിക്കുന്നത്? പ്രതിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള എതിരെ വന്ന ആരോപണങ്ങൾക്കുള്ള സമർത്ഥമായ ഒരു പരിചയമായി, അല്ലെങ്കിൽ അതിനെതിരെ സമാനമായ രീതിയിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറെ കൂടി
ശക്തമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണെങ്കിൽ KB ഗണേഷ് കുമാർ മന്ത്രിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നിലേറെ സ്ത്രീകൾ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ KB ഗണേഷ് കുമാറിനെതിരെ മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ പരാതി പറയുകയും UDFിൻ്റെ കാലത്ത് അദ്ദേഹത്തിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. മറ്റ് പല ഈ സമാനമായ ആരോപണങ്ങളും കഥകളും ഒക്കെ ഗണേഷ് കുമാറിനെ കുറിച്ച് പല ഘട്ടത്തിൽ ഇപ്പോഴും ഗണേഷ് കുമാർ പറയുന്നത് തനിക്ക് പ്രണയമാണ്, 5000 പേരെങ്കിലും താൻ പ്രണയിക്കുന്നുണ്ട് എന്നുള്ള മട്ടിലൊക്കെയുള്ളതാണ്. ഇത് കേരളീയ സമൂഹം എങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളുന്നത്? ഇതിനെ പ്രണയമായി തന്നെ ഉൾക്കൊള്ളുമോ അതോ മറ്റു പല രീതിയിലായിരിക്കും ഉൾക്കൊള്ളുന്നത്? ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് അല്പം മസാല മണം കൂടിയുള്ള വിഷയമായതുകൊണ്ട് കൂടുതൽ ചർച്ചകളിലേക്ക് വരാനും അത് പത്തനാപുരത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ മാത്രമല്ല കേരളത്തിലാകെയുള്ള LDF UDF മത്സരത്തിലൊക്കെ ഇത് ഏറെയും കുറഞ്ഞും പല മണ്ഡലങ്ങളെയും സ്വാധീനിക്കാനും ഒക്കെ സാധ്യതയുള്ളൊരു വിഷയം കൂടിയാണ്. കിരൺ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി അടക്കമുള്ള സർക്കാരിലെ പ്രധാനികൾ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് കൂടി നിർണായകമാവുമല്ലോ. കിരൺ, ഒരു കാര്യം കൂടി, ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് വിഷയമാണ്. രാഹുൽ പാലക്കാട് മറ്റൊരാളെ പരിഗണിക്കേണ്ടി വരുന്നത് എന്ത് എന്ന ചർച്ച സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്താനിരിക്കുകയാണല്ലോ ഇടതുപക്ഷം. അവർക്കിടയിലേക്ക് ഈ ഗണേഷ് എന്ന ഒരു വലിയ പ്രതിസന്ധി കടന്നു വരുമ്പോൾ സ്വാഭാവികമായും ഇത് ന്യായീകരിച്ച് ഇതിലെന്ത് നിലപാടെടുക്കുമെന്ന വലിയ കുഴയ്ക്കുന്ന ഒരു വിഷയം കൂടി ഇടതുമുന്നണിക്ക് മുന്നിൽ ഉണ്ടാവുമോ? സഹിത അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. KB ഗണേഷ് കുമാറിനെ നിലവിലെ സാഹചര്യത്തിൽ തള്ളിക്കളയുക ഇടതുമുന്നണിയെ സംബന്ധിച്ച് പ്രയാസമാണ്. പത്തനാപുരം അത് ഘടകകക്ഷിയാണ് എന്നുള്ള വിഷയമുണ്ട്. CPMൻ്റെ മെമ്പറോ അല്ലെങ്കിൽ CPM നേതാവോ ഒന്നുമല്ല, ഘടകകക്ഷിയാണ്. ആ ഘടകകക്ഷിയിൽ ആര് മത്സരിക്കണം? KB ഗണേഷ് കുമാർ മാറി നിൽക്കട്ടെ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് CPM മാറുമോ? മുമ്പ് ഈ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഈ ആന്റണി രാജുവിനെ ഒരു ഘട്ടത്തിൽ അറിയാൻ 2006 തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ആന്റണി രാജുവിന് സ്ഥാനാർത്ഥം വന്നപ്പോൾ VS അച്യുതാനന്ദൻ അന്ന് പ്രധാനപ്പെട്ട നേതാവായി നിൽക്കുന്ന VS അച്യുതാനന്ദൻ ഒരു സ്റ്റാൻഡ് എടുത്തു. ആന്റണി രാജു കേസിൽ പ്രതിയായി നിൽക്കുന്ന ആളാണ്, ഇങ്ങനെ ഒരാളെ മത്സരിപ്പിക്കാൻ കഴിയില്ല, അയാളെ മാറ്റി നിർത്തണം എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ അവസാനം ആന്റണി രാജുവിനെ മാറ്റി നിർത്തേണ്ടി വന്നു. പിന്നീട് ഇതേ ആന്റണി രാജുവിനെ മടക്കി കൊണ്ടുവന്നത് VS അച്യുതാനന്ദൻ്റെ ശേഷിയൊക്കെ പാർട്ടിയിൽ പോവുകയും അദ്ദേഹത്തിൻ്റെ സ്വരത്തിന് പാർട്ടിയിൽ ദുർബലത ഉണ്ടാവുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിലാണ് അദ്ദേഹത്തെ മടക്കി കൊണ്ടുവരികയും മന്ത്രിയാക്കുകയും ഒക്കെ ചെയ്തു. KB ഗണേഷ് കുമാറിൻ്റെ വിഷയത്തിൽ അത് തന്നെയാണ്. VS അച്യുതാനന്ദനെതിരെ അതിശക്തമായ രീതിയിൽ ഏറ്റവും ഒരുപക്ഷെ VSനെ കേരളത്തിൽ ഏതെങ്കിലും ഒരു നേതാവ് ആക്ഷേപിച്ചതിൽ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ VSനെ പോലെ ഇത്രയും തലമുതിർന്ന ഒരു നേതാവിനെ പ്രായത്തിലൊക്കെ എത്രയോ ഉതിർന്ന അന്ന് പറഞ്ഞതുപോലെ ഗണേഷ് കുമാർ തന്നെ പറഞ്ഞതുപോലെ തൻ്റെ അച്ഛനേക്കാളും പ്രായമുള്ള ഒരു നേതാവ്, അങ്ങനെ നിൽക്കുന്ന ഒരു നേതാവിനെ കാമഭ്രാന്തൻ എന്നൊക്കെ വിളിക്കുക എന്ന് പറഞ്ഞാൽ കേരളീയ സമൂഹത്തിൽ ആരും അംഗീകരിക്കുന്ന ഒന്നായിരുന്നില്ല. പക്ഷേ ആ ഘട്ടത്തിലൊക്കെയും ഈ വിഷയങ്ങളും തർക്കങ്ങളും ഗണേശിനെതിരെ വലിയ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും പത്തനാപുരത്ത് ഗണേശിന് വിജയിക്കാൻ കഴിഞ്ഞു. ഇതാണ് ഇപ്പോഴും ഗണേശ് പറയുന്നത്. 2013 ഇതിനേക്കാൾ വലിയ ആക്ഷേപങ്ങളൊക്കെ തനിക്കെതിരെ വന്നല്ലോ. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ താൻ ഭൂരിപക്ഷം കൂട്ടിയല്ലേ വിജയിച്ചത്. അതുകൊണ്ട് ജനകീയ കോടതിയിൽ തന്നെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട് ഇപ്പോഴും. അതുകൊണ്ട് താൻ ഇത്തരം ആരോപണങ്ങളെ ഒന്നും ഭയക്കുന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പടി കൂടി കടന്നാണ് പറയുന്നത് ഇത് പ്രണയമാണ്, പ്രണയിക്കാത്തവൻ പൊട്ടന്മാരാണ്. നെഹ്റുവിനെയൊക്കെയാണ് അദ്ദേഹം തനിക്ക് തുല്യരായി. നെഹ്റു പ്രണയിച്ചിട്ടില്ലേ, രാജീവ് ഗാന്ധി പ്രണയിച്ചിട്ടില്ലേ, മാധവ്കുട്ടി കമലാ സുരയ്യ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ, അല്ലെങ്കിൽ പുരത്തി കുഞ്ഞബ്ദുള്ള പ്രണയത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ഇത്തരം അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് നെഹ്റുവിനെ അടക്കമുള്ള നേതാക്കളുമായി അവർക്കൊക്കെ പ്രണയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തനിക്കും പ്രണയമാണ്, തനിക്ക് എല്ലാവരോടും സ്നേഹമാണ്, 5000 പേരെ താൻ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള മട്ടിലൊക്കെയുള്ള ഒരു വീരവാദത്തിനടുത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും തനിക്കൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള മട്ടിലാണ് KB ഗണേഷ് കുമാർ പ്രതികരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം പത്തനാപുരത്ത് ഇതൊക്കെ ഉണ്ടായാലും ഇതിനെ മറികടന്ന് പത്തനാപുരത്ത് ജനങ്ങളുടെ വോട്ട് കിട്ടുമെന്നുള്ള ഒരു അമിതമായ ആത്മവിശ്വാസമാണ്. പക്ഷേ ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഇത് പത്തനാപുരത്ത് മാത്രം വിഷയമല്ല, കേരളത്തിലാകെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ യുവ MLA-മാരാകെ ഈ തരക്കാരാണ്, ഇവരാകെ മോശപ്പെട്ട പെരുമാറ്റക്കാരാണ് എന്ന മട്ടിൽ വലിയ പ്രചരണം ഇടതുമുന്നണി നടത്തുമ്പോൾ നിങ്ങളുടെ മന്ത്രി തന്നെ ഈ തരക്കാരനല്ലേ, മന്ത്രിക്കെതിരെ പരാതി വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്നപ്പോൾ മാറ്റി നിർത്തി, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ സ്ഥാനാർത്ഥിയെ മാറ്റി പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി എന്നൊക്കെ പറയുമ്പോൾ ഗണേഷ് കുമാറിനെ സംരക്ഷിക്കുന്നില്ല എന്നുള്ള ചോദ്യം സ്വാഭാവികമായും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അവിടെ എന്ത് മറുപടി പറയും എന്നുള്ളത് പ്രധാനമാണ്. അതിനു മുമ്പ് ചിലപ്പോൾ ഇടതുമുന്നണിയെ സംബന്ധിച്ച് ചിലപ്പോൾ കടുത്ത തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇങ്ങനെ ഗണേഷ് കുമാറിനെ സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിലാകെ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു വിഷയത്തിൽ ആ തിരിച്ചടി എന്തിന് ഏറ്റുവാങ്ങണം എന്നുള്ള ചോദ്യം സ്വാഭാവികമായും CPM-ൽ ഉയരും. അങ്ങനെ ഒരു ചോദ്യം ഉയർന്നാൽ ഗണേശിനെ ചിലപ്പോൾ മന്ത്രിസഭയിൽ നിന്ന് മാറ്റാനടക്കമുള്ള സാധ്യതയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല, ഗണേശിനെ സംരക്ഷിക്കണമെന്നുള്ള നിലപാടാണെങ്കിലും സാങ്കേതികമായി CPM-ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് സംരക്ഷിക്കാൻ കഴിയും. കാരണം ഗണേശിനെതിരെ റിട്ടേണായ ഒരു പരാതിയില്ല. ആ റിട്ടേണായ ഒരു പരാതിയില്ലാതെ ഞങ്ങൾ എങ്ങനെയാണ് നടപടിയെടുക്കുന്നത്? ഇത്തരം ഒരാൾ ചാനലിൽ വന്നിരുന്ന് ഭാര്യ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ എങ്ങനെയാണ് നടപടിയെടുക്കുന്നതിനുള്ള ചോദ്യം വേണമെങ്കിൽ ഉന്നയിക്കാം. പക്ഷേ അത് സാങ്കേതികതയാണ്. ഈ സാങ്കേതികതയ്ക്കപ്പുറം ഈ വിഷയം ഉയർത്തുന്ന ഒരു കേരളീയ സമൂഹത്തിൽ ഉയർത്തുന്ന ധാർമ്മികതയുടെ വിഷയമുണ്ടോ? ഇങ്ങനെ ആരോപണം നേരിട്ട സ്വന്തം ഭാര്യയിൽ നിന്ന് ചാനലുകൾ വഴി പൊതുമാധ്യമത്തിലൂടെ ആരോപണം നേരിട്ട ഒരാളെ ഈ പാർട്ടി സംരക്ഷിക്കുകയും അയാൾക്ക് വീണ്ടും സ്ഥാനാർത്ഥിത്വം കൊടുക്കുകയും അയാളുടെ വിജയത്തിന് വേണ്ടി ആ മുന്നണി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് കേരളത്തിലെ മറ്റിടങ്ങളിൽ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ അത് എത്രത്തോളം വലുതാണ്? ഇതെല്ലാം കണക്കൂട്ടിയാവും സ്വാഭാവികമായും CPM-ഉം മുഖ്യമന്ത്രിയും ഒക്കെ ഇക്കാര്യത്തിൽ നിലപാടെടുക്കുക. എന്തായാലും
എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയം വലിയ ചർച്ചയാകുമെന്നതും CPM-നും ഇടതുമുന്നണിയെ സംബന്ധിച്ചും ഇത് വലിയ തലവേദനയാണ് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഗണേശിനെതിരെയുള്ള മറ്റ് ആരോപണങ്ങളൊക്കെ മറികടന്ന് അദ്ദേഹം ഒരു മികച്ച മന്ത്രി എന്ന നിലയ്ക്കൊക്കെ നല്ല പേരെടുക്കുകയും KSRTC ഒക്കെ ശമ്പളം കൃത്യമായി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയും താനൊരു നല്ല മന്ത്രിയാണ്, അല്ലെങ്കിൽ പ്രതിച്ഛായുള്ളൊരു മന്ത്രിയാണ്, ആ തരത്തിലേക്കൊക്കെ ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കാൻ ഗണേശിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രതിച്ഛായക്കൊക്കെ അപ്പുറത്തേക്കാണ് വ്യക്തിപരമായി ഇത്തരത്തിലൊരു സ്വഭാവ ദൂഷ്യം ഒരാളെ ആക്ഷേപിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൽ യാഥാർത്ഥ്യം ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ അതൊക്കെ പിന്നീട് കോടതിയിൽ തെളിയേണ്ട വിഷയങ്ങളാണ്. പക്ഷേ അത് ചർച്ചയ്ക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയ്ക്ക് വരും. പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ ഗണേശിനെ സംബന്ധിച്ചാണെങ്കിൽ ഇത് ആദ്യത്തെ ആരോപണമല്ല. ഇതിനു മുമ്പും ഗണേശിൻ്റെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഗണേശിൻ്റെ ഒരു ചിത്രം സഹിതം പൊതുസമൂഹത്തിലൊക്കെ ഇപ്പോൾ തന്നെ അത് സമൂഹ മാധ്യമത്തിലൊക്കെ പ്രചരിക്കുന്നുണ്ട് വ്യാപകമായി. മുമ്പ് ഗണേശിന് മർദ്ദനമേറ്റതിൻ്റെ ഒരു ചിത്രമൊക്കെ, ആ മർദ്ദനമേറ്റത് സംബന്ധിച്ച് അദ്ദേഹം ഇതുപോലെ ഒരു സ്ത്രീയുടെ ബന്ധമുള്ള ഒരു സ്ത്രീയുടെ ഭർത്താവിൽ നിന്നാണ് മർദ്ദനമേറ്റത് എന്ന തരത്തിലൊക്കെ പലതരത്തിലേക്കുള്ള അതിൻ്റെ യാഥാർത്ഥ്യം എന്തായാലും അങ്ങനെ ഒരു ചിത്രമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ ചിത്രത്തിൽ ഏതെങ്കിലും അല്ല മറ്റേതെങ്കിലും താൻ വീണ് പരിക്കേറ്റതാണോ എന്നുള്ള ഒരു വ്യാഖ്യാനമൊന്നും KB ഗണേഷ് കുമാറും എന്തായാലും ഇതുവരെ നൽകിയിട്ടില്ല. ഈ ചിത്രം എങ്ങനെയാണ് ഈ പരിക്കേറ്റത്, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്, അല്ലെങ്കിൽ അത് മോർഫ് ചെയ്തതാണോ എന്ന തരത്തിലൊന്നും ഉള്ള ഏതെങ്കിലും ഒരു യാഥാർത്ഥ്യം ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അതടക്കം വീണ്ടും ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വരുമ്പോൾ ഇത് UDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വലിയ ആയുധമാണ്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വിഷയം പ്രതിരോധത്തിലായി നിൽക്കുന്ന ഘട്ടത്തിൽ ആ പ്രതിരോധത്തെ മറികടക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആയുധം തന്നെയാണ്. ഇതിനെ എങ്ങനെയാണ് ഇടതുമുന്നണി, എങ്ങനെയാണ് മുഖ്യമന്ത്രി ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം വലിയ ചർച്ചയാവുന്നില്ല എന്നൊക്കെ നമുക്ക് പറയാം. അതാണ് സാഹചര്യം. എന്തായാലും ഇടതുപക്ഷം, മുഖ്യമന്ത്രി അടക്കമുള്ളവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് ഈ വിഷയത്തിൽ നിർണായകം. ഗണേഷ് കുമാറിനെ ഈ അവസാന ഘട്ടത്തിൽ, സർക്കാരിൻ്റെ അവസാന നാളുകളിൽ മന്ത്രിസഭയിൽ നിന്ന് നീക്കേണ്ടി വരുമോ എന്ന വലിയ ചോദ്യമാണ്. നാളെ അടക്കം ഇതിൻ്റെ തുടർ നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം.